വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ കേരളത്തിലെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് അത്യുൽപാദന ശേഷിയുള്ള കുറച്ച് വിത്തിനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചു. അതായത് മുക്തി എന്ന് പറയുന്നത് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശക്തി മുക്തിയൊക്കെ തക്കാളിയുടെയാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓപ്ഷൻ നീലിമ തന്നിട്ടുണ്ടായിരുന്നു, നീലിമ വഴുതനങ്ങയുടെയാണെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദിക്കുന്നുണ്ട്, ആ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിക്കേണ്ടെന്ന്. അപ്പൊ നമുക്ക് അത് ഓരോന്ന് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ മരച്ചീനി ആദ്യം നമ്മൾ പഠിക്കുന്നത് മരച്ചീനിയെ കുറിച്ചാണ്. മരച്ചീനിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറില് ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവാണ് മരച്ചീനി കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ ശ്രീ വിശാഖം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിയുടെ ഒരു വിത്തിനമാണ്. അതുപോലെ തന്നെ അടുത്തത് ശ്രീജയ. ശ്രീ വിശാഖം മാത്രല്ല ശ്രീജയുണ്ട്, അതുപോലെ തന്നെ ശ്രീവിജയുണ്ട്, ശ്രീജയുണ്ട്, ശ്രീവിജയ എന്ന് പറയുന്നതുണ്ട്. ഇനി ഇത് ചോദിച്ചിട്ടുണ്ട് H165, ഇതൊക്കെ തന്നെ മരച്ചീനിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ശ്രീവിശാഖം, ശ്രീജയ, ശ്രീവിജയ, H165. ഇനി പലപ്പോഴും മരച്ചീനിയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ശ്രീവിശാഖമാണെങ്കിൽ വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമായിട്ട് കൂടുതൽ ചോദിച്ചേക്കുന്നത് കിരൺ ആണ്. ഏതാണ് കിരൺ? കിരൺ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അതുപോലെ തന്നെ കിരൺ മാത്രല്ല അരുണ കിരൺ ഉണ്ട്, അരുണയുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൽകീർത്തി. കിരൺ, അരുണ, സൽകീർത്തി എന്ന് പറയുന്നത് കുറെ അധികം ഉണ്ട്. പ്രധാനപ്പെട്ടത് പഠിക്കാന്ന് മാത്രമേ പറ്റുള്ളൂ, എല്ലാം നമ്മൾ ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചിലത് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അർക്ക. ഏതാണ് അർക്ക? അടുത്തത് അനാമിക. ഇതൊക്കെ വെണ്ടയുടെയാണ്. കിരൺ, അതുപോലെ അരുണ, സൽകീർത്തി, അർക്ക, അനാമിക എന്നൊക്കെ പറയുന്നത് വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി ചീരയിൽ ഏതാ ചോദിച്ചിരിക്കുന്നത്? ചീരയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചേക്കണത്, ചീരയിൽ പരീക്ഷയ്ക്ക് കണ്ടിരിക്കുന്നത് കൂടുതൽ അരുണാണ്. അരുൺ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് കണ്ണാറ ലോക്കൽ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അരുണും അതുപോലെ തന്നെ കണ്ണാറ ലോക്കല്. പിന്നെ രേണുശ്രീ. ഏതാണ് രേണുശ്രീ എന്ന് പറഞ്ഞതുണ്ട്, കൃഷ്ണശ്രീ എന്ന് പറയുന്നതുണ്ട്. രേണുശ്രീ ഉണ്ട്, കൃഷ്ണശ്രീ ഉണ്ട് കേട്ടോ. രേണുശ്രീ, കൃഷ്ണശ്രീ ഇതൊക്കെ തന്നെ ചീരയുടെയാണ്. ഏതൊക്കെയാണ്? അരുൺ, കണ്ണാറ ലോക്കൽ, രേണുശ്രീ, കൃഷ്ണശ്രീ എന്ന് പറയുന്നത്. ഇനി മുളകിൽ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒന്ന് ജ്വാലാമുഖിയാണ്. എന്താണ്? ജ്വാലാമുഖി. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഉജ്ജ്വല. ചോദിച്ചിട്ടുണ്ട് ജ്വാലാമുഖി, ഉജ്ജ്വല എന്നൊക്കെ പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള മുളകിന്റെയാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഗ്രീൻ ഗോൾഡ്. അപ്പൊ ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജ്വാലാമുഖി എന്ന് പറയുന്നത്, ഉജ്ജ്വല എന്നൊക്കെ പറയുന്നത് മുളകിന്റെയാണ്. ഇനി അടക്കയില് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ള ഒരാളാണ് മോഹിത് നഗർ എന്ന് പറയുന്നത്. മോഹിത് നഗർ അടക്കയുടെ പ്രധാനപ്പെട്ട ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് മോഹിത് നഗർ മാത്രല്ല ശ്രീമംഗള, അതുപോലെ തന്നെ മംഗള ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ശ്രീമംഗള, മംഗള, മോഹിത് നഗർ തുടങ്ങിയവ എന്തിന്റെയാണ്? അടക്കയുടെയാണ്. അപ്പോ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഞ്ചിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇഞ്ചിയിൽ പെടുന്നതാണ് സുരുചി. ഏതാണ്? സുരുചി. നല്ല രുചിക്ക് ഇഞ്ചി വേണം, സുരുചി. അതുപോലെ തന്നെ ഹിമഗിരി, സുരുചി, അതുപോലെ തന്നെ ഹിമഗിരി എന്ന് പറയുന്നത്, സുരുചി, ഹിമഗിരി, വരദ തുടങ്ങിയവ ഇഞ്ചിയുടെയാണ്. സുരുചി, ഹിമഗിരി, വരദ. ഇനി അടുത്തത് പാവലിന്റെ നോക്കൂ. പാവലിന്റെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പ്രീതി. പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് പ്രീതി, അതുപോലെ തന്നെ പ്രിയ, നെക്സ്റ്റ് വൺ പ്രിയങ്ക. പ്രീതി, പ്രിയ, പ്രിയങ്ക തുടങ്ങിയവ എന്തിന്റെയാണ്? പാവലിന്റെയാണ്. എള്ള് PSCക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. എള്ളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഒന്ന് തിലോത്തമ എന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം. തിലോത്തമയുണ്ട്, സൂര്യയുണ്ട്, തിലോത്തമയുണ്ട്, സൂര്യയുണ്ട്, അതുപോലെ തന്നെ സോമയുണ്ട്. തിലോത്തമ, സൂര്യ, സോമ, തിലതാര. തിലോത്തമ, സൂര്യ, സോമ,
ഏതാണ് അടുത്തത്? തിലതാരയാണ് കേട്ടോ. തിലതാര എന്ന് പറയുന്നത് സൂര്യ, അതുപോലെ തന്നെ സോമ, തിലോത്തമ, തിലതാര തുടങ്ങിയവ എന്തിന്റെയാണ്? എള്ളിന്റെയാണ് എന്ന് ഓർക്കുക. ഇനി അടുത്തത് തക്കാളി. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം തക്കാളിയുടെ ഒന്ന് ചോദിച്ചത് നമ്മളോട് ശക്തി അല്ലെ, ശക്തി അതുപോലെ തന്നെ മുക്തി, ശക്തി മുക്തി എന്നൊക്കെ പറയുന്നത് എള്ളിന്റെ സോറി തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അതുപോലെ തന്നെ ഒന്നും കൂടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ, വെള്ളായണി വിജയ്. ഏതാണ്? വെള്ളായണി വിജയാണ്. ശക്തി, മുക്തി, വെള്ളായണി വിജയ് തുടങ്ങിയവ തക്കാളിയുടെയാണ്. ഇതൊന്ന് പഠിച്ചാലോ നമുക്ക്? മരച്ചീനിയുടെ ശ്രീവിശാഖം, ശ്രീജയ, ശ്രീവിജയ, H165. വെണ്ടയുടെ കിരൺ, അരുണ, സൽകീർത്തി, അർക്ക, അനാമിക. ചീരയുടെ അരുൺ, നേരത്തെ കിരൺ ആണ് ഇവിടെ പറഞ്ഞത്, ദ അരുൺ ആണ്. കണ്ണാറ ലോക്കൽ, രേണുശ്രീ, കൃഷ്ണശ്രീ. മുളകിന്റെ ജ്വാലാമുഖി, ഉജ്ജ്വല, ഗ്രീൻ ഗോൾഡ്. അടക്കയുടെ മോഹിത് നഗർ, ശ്രീമംഗള, മംഗള. ഇഞ്ചിയുടെ സുരുചി, ഹിമഗിരി, വരദ. പാവലിന്റെ പ്രീതി, പ്രിയ, പ്രിയങ്ക. എള്ളിന്റെ തിലോത്തമ, സൂര്യ, സോമ, തിലതാര. തക്കാളിയുടെ ശക്തി, മുക്തി, വെള്ളായണി വിജയ്. ശക്തി, മുക്തി, വെള്ളായണി വിജയ്. ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അടുത്തത് നമുക്ക് ഇനിയുണ്ട് കുറച്ചും കൂടി, പപ്പായ. പപ്പായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പഞ്ചാബ് ജെയിന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പഞ്ചാബ് ജെയിന്റ്. അത്രയും വലിയ രീതിയിലുള്ള പപ്പായയാണ് പഞ്ചാബ് ജെയിന്റ് എന്ന് പറയുന്നത്, പപ്പായയുടെ കേട്ടോ. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏലത്തിന്റെ ഏതാണ് എന്നുള്ളത്. ഏലത്തിന്റെ ആണ് ഞെള്ളാണി. ഞെള്ളാണി ഏലത്തിന്റെ ആണ്. ഏലത്തിന്റെ ഏതാണ്? ഞെള്ളാണിയാണ്. അടുത്തത് ചോദിച്ചിട്ടുണ്ട് ഗോതമ്പ്. ഗോതമ്പിൽ ചോദിച്ചിരിക്കുന്നത് കല്യാൺ സോന ഏതിന്റെയാണ് എന്നുള്ളതാണ്. കല്യാൺ സോന ഗോതമ്പാണ്. കല്യാൺ സോന മാത്രല്ല സൊണാലികയുണ്ട്. കല്യാൺ സോന, സൊണാലിക തുടങ്ങിയവ, കല്യാൺ സോന, സൊണാലിക തുടങ്ങിയവ ഗോതമ്പിന്റെയാണ്. ഇനി പരീക്ഷയ്ക്ക് കുറേയധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹരിറാണി ഏതിന്റെയാണെന്ന്. ഹരിറാണി എന്ന് പറയുന്നത് കാബേജിന്റെ അത്യുൽപാദന ശേഷിയുള്ളതാണ്. കാബേജ്. കാബേജ് ഏതിന്റെയാണ്? ഹരിറാണിയുടെയാണ് കാബേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചക്കയുടെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് സിന്ദൂർ എന്ന് പറയുന്നത്. ചക്കയുടെ ഏതാണ്? സിന്ദൂർ ചക്കയുടെയാണെന്ന് ഓർക്കുക. ഇനി അടുത്തത് മഞ്ഞളിന്റെ ഏതാ നോക്കുക. മഞ്ഞളിന്റെ കാന്തി, ശോഭ തുടങ്ങിയവ മഞ്ഞളിന്റെയാണ്. കാന്തിയും ശോഭയും ഏതിന്റെയാണ്? മഞ്ഞളിന്റെയാണ് കേട്ടോ. ഇനി അടുത്തത് അനുപമ എന്ന് പറയുന്നത്, അനുപമ എന്ന് പറയുന്നത് മുരിങ്ങയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. അനുപമ ഏതിന്റെയാണ്? മുരിങ്ങയുടെയാണ്. അനുപമ മുരിങ്ങയുടെയാണ്. ഇനി അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് സ്വർണ. സ്വർണ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ശോണിമ. സ്വർണയും ശോണിമയും ഏതിന്റെയാണെന്നറിയോ നിങ്ങൾക്ക്? തണ്ണിമത്തന്റെയാണ്. ഏതിന്റെയാണ്? തണ്ണിമത്തന്റെ. അപ്പൊ ഇത്രയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പപ്പായ പഞ്ചാബ് ജെയിന്റ് ആണ്. ഏലം ഞെള്ളാണി. ഗോതമ്പിന്റെ കല്യാൺ സോന, സൊണാലിക. കാബേജിന്റെ ഹരിറാണി. ചക്കയുടെ സിന്ദൂര്. മഞ്ഞളിന്റെ കാന്തി, ശോഭ. അനുപമ മുരിങ്ങയുടെയാണ്. സ്വർണ ശോണിമ ഏതിന്റെയാണ്? തണ്ണിമത്തന്റെയാണ്. അപ്പൊ ഇന്ന് എനിക്കറിയാം ഇത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. കുറേ അധികം എന്താ പറയാ പേരുകളും വിത്തിനങ്ങളും ആവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇന്ന് ഇത്ര മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ രാജാറാം മോഹൻ റോയും അതുപോലെ തന്നെ ബ്രഹ്മസമാജം എന്ന് പറയുന്ന ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഒളിമ്പിക്സിലെ മെഡൽ കിട്ടിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലെ കുറച്ച് മന്ത്രിമാരുടെ കാര്യവും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത്, നമ്മൾ സംസ്ഥാനവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജില്ലയും അതുപോലെ തന്നെ ഒരു നവോത്ഥാന നായകനുമായിരുന്നു. രണ്ടും കൂടി ആയതുകൊണ്ട് ഇന്നലെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാതിരുന്നത്. ഇന്ന് വീണ്ടും ഒരു സംസ്ഥാനം ഉണ്ട്. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.